ഇത്തിരി വണ്ണം ഉണ്ടെങ്കിൽ അവൻ ഒരു പാവമാണ്, സംസാരിക്കുന്നതൊക്കെ കണ്ടാലേ അവനെ ചെയ്തുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും ഒരു സംഭവം. എന്തിനവനെ ഒരു കൊച്ചു കുട്ടിയല്ലേ, അവൻ ഭൂമിയിൽ ജനിച്ചിട്ട് എത്ര നാളായി, എന്ത് തെറ്റ് ചെയ്ത് അത് പാവപ്പെട്ട കൊച്ചു. അതേ എല്ലാവർക്കും ഒരു വിഷമമുള്ളതല്ല. നമ്മളെ കടയിൽ നിന്നാണ് അവൻ സാധനം വാങ്ങി, അവർ വീട്ടിലെല്ലാവരും വന്ന് ഇവിടെ ഉള്ളത് വാങ്ങിക്കും, അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ ചിരിക്കും, അവൻ ചിരിക്കും. ഇപ്പോൾ സ്കൂൾ വിട്ട് പോയപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു 4:30. അവൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്, അവൻ്റെ ചേട്ടൻ്റെ കൂടെ അവൻ ബൈക്കിൽ പോകണം ഞാൻ കണ്ടു. ഇല്ല, ഇന്നലെ കൊച്ചിങ്ങോട്ട് വന്നേ ഇല്ല. അവനും വരില്ല, വന്നില്ല. അവൻ 2 മാസം കൊണ്ട് ഇങ്ങോട്ട് വരില്ല. കൊച്ചാണ് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കൊച്ചും തള്ളയും വരും. എല്ലാവരോടും എല്ലാ സ്നേഹമാണ്. അവനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റൂല. അവൻ ഇപ്പം തന്നെ ഈ പോലീസിന് കീഴടങ്ങിയില്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരെയും പിടിച്ചത്. കാരണം അവൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ള വാക്കൊരു പ്രതീക്ഷയില്ലല്ലോ, നമുക്കറിഞ്ഞില്ല. അവന് നല്ല ഇഷ്ടമാണ്. ഒരു തോളിൽ കൂടെ കൈ വിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അനിയൻ എന്ന് വെച്ചാൽ കൊണ്ടുപോയി കുറ്റിമുട്ടിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ട് തിരിച്ച് അവൻ ഒരു ആട്ടയിൽ ഒറ്റയ്ക്കാണ് വന്നത്. കൊച്ച് ആട്ടയിൽ വന്ന് അവ ഇറങ്ങി പോണതും ഞാൻ കണ്ട്. തിരിച്ച് അവൻ ആ ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നത് താക്കോൽ എന്തെങ്കിലും ചോദിക്കാൻ പോയതായിരിക്കും. അപ്പോൾ അവിടെ അതിനകത്ത് സംഭവം നടക്കണമായിരിക്കാം. കൊച്ചിനും അറിഞ്ഞൂടെ. പിന്നെ കൊച്ചിനെ പോയിട്ട് കണ്ടില്ല. പിന്നെ പോലീസിൻ്റെ ജീപ്പ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ വേറെ എന്തോ പ്രശ്നമായിട്ടാണ് വണ്ടി വന്നതെന്ന്. ഇതൊന്നും നമുക്ക് അറിയാക്കൂലല്ലോ. നമ്മളെ ഈ ഏരിയയിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ ഏരിയയിൽ എല്ലാവരും നല്ല സഹകരണമാണ്. അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവൻ അങ്ങനെ ഇല്ല ഇല്ല ഇല്ല, നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല. നല്ല സ്നേഹമാണ്. ഇല്ല ഇല്ല, അവരിപ്പോൾ 2 ആഴ്ച കൊണ്ട് അങ്ങനെ പോകും. ഞായറാഴ്ച എന്നതും അവിടെ നിൽക്കുന്നുണ്ട്. ആരെയും നോക്കി നിൽക്കും പോലെ തോന്നി. എന്നുവെച്ചാൽ ഈ കൊച്ചുമോന് അവൻ 8-ലാണെങ്കിലും അവനെ വണ്ടി കയറ്റി വിടുക, എന്നും അവിടെ വന്നിരിക്കുക. സ്കൂൾ ബസ്സിൽ ഒന്നീ ആട്ടയെ കയറ്റി വിടുക, അല്ലെങ്കിൽ ബസ്സിൽ കയറ്റി വിടുക. അങ്ങനെയാണ്. അവൻ ഇത്തിരി വണ്ണം ഉണ്ടെങ്കിൽ അവൻ ഒരു പാവമാണ്, സംസാരിക്കുന്നതൊക്കെ കണ്ടാലേ അവനെ ചെയ്തുകൊണ്ടേ നമുക്ക് എല്ലാവർക്കും ഒരു സംഭവം. എന്തിനവനെ ഒരു കൊച്ചു കുട്ടിയല്ലേ, അവൻ ഭൂമിയിൽ ജനിച്ചിട്ട് എത്ര നാളായി, എന്ത് തെറ്റ് ചെയ്ത് അത് പാവപ്പെട്ട കൊച്ചു. അതേ എല്ലാവർക്കും ഒരു വിഷമമുള്ളതല്ല. ഇത് എപ്പോഴാണ് നിങ്ങളൊക്കെ അറിയുന്നത്? ഇന്നലെ നമ്മളറിഞ്ഞ 6:30, 7-നകത്ത് ജീപ്പ് വന്നില്ല, പോലീസ് ജീപ്പ് വന്നപ്പോൾ. അപ്പോഴും അറിയുന്നില്ലല്ലോ, വണ്ടി തടത്തേ കയറി പോകുന്നു. കാരണം ഇവിടെ നിന്നുള്ള പ്രശ്നമുള്ള വീടില്ലല്ലോ. ഇവനെന്ന് വെച്ചാൽ വന്നാൽ വീട്ടിനകത്ത് കയറിയുള്ളൂ, വെളിയിലൊന്നും ഇറങ്ങൂല, ആരുമായിട്ട് കൂട്ടില്ല. പിന്നെ ഇവിടെ എന്തോന്നാണ് പ്രശ്നം? അങ്ങനെ ലൈറ്റില്ല, കറണ്ട് ഇല്ലല്ലോ അവിടെ, ഗ്യാസൊക്കെ എന്തെങ്കിലും പ്രശ്നമായി കിടക്കും. അങ്ങനെയാണ് ഞാൻ കയറി ഓടിയ പോകുന്നു. ആദ്യം അവൻ്റെ അമ്മയാണ് എടുത്തത്, കൊണ്ടുപോയത്. 2ാമത് പിന്നെ ഇല്ല, നമ്മൾ പോലീസ് വന്ന് കുറച്ച് കഴിഞ്ഞല്ലേ കയറി പോകണത്, അല്ലാതെ വെറുതെ പോകണ്ടല്ലോ. അവിടെ അങ്ങനെ സംഭവം ഇത് തന്നെ. പിന്നെ അമ്മയെ കൊണ്ടുപോയി, 2ാമത് കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ നമ്മൾ ദൈവത്തിന് എല്ലാവരും വിളിച്ചു ആ കൊച്ചിന് ഐസ് കൊടുക്കണേന്നേ പറഞ്ഞോളൂ. അപ്പോഴും ഒരു പോലീസ് വന്നാൽ കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഒരാളും കൂടെ ഉണ്ടെന്ന്. അപ്പോഴും ഞങ്ങളെല്ലാവരും ചോദിച്ചു അവൻ്റെ വാപ്പ വന്നിട്ടുണ്ടായിരിക്കുന്നു. കാരണം അതിനകത്ത് ഇങ്ങനൊരു പെണ്ണുള്ളത് ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഒരു പെങ്കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മയൊക്കെ പറഞ്ഞ് അവരെ സഹോദരൻ്റെ കൊച്ചായിരിക്കും. അപ്പോൾ ഒരാണാൾ പറഞ്ഞാൽ അല്ല, ഒരു 20 വയസ്സാകുന്നു. അപ്പോഴാണ് എല്ലാവരും അറിയണം ഇങ്ങനെ ഒരു കൊച്ച് ഇതിനകത്തുണ്ട്. അവരെ കൊണ്ടുവന്നതും ആർക്കും അറിഞ്ഞൂടാ, കണ്ടിട്ടുമില്ല. തൊട്ടടുത്തൊരു നമുക്ക് ഇഷ്ടത്തിലായിരുന്നു. അത് നമുക്ക് അറിഞ്ഞൂടല്ല, കണ്ടിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നമുക്കറിഞ്ഞും കൂടെ കണ്ടിട്ടുമില്ല. നമ്മൾ കണ്ടിട്ടില്ല, കാണാതെ നമ്മൾ എന്തെന്ന് പറയും. വീട്ടുകാർ നല്ല സഹകരണം, നല്ല. അവൾ പാവവും. ബാപ്പയെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, വിദേശത്താണ്. ഇവരിവിടെ വന്നു കൂടിയതാണോ? അല്ല, അവരെ വീട് സ്കൂളിൻ്റെ അപ്പുറത്താണ്. അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് അവരിവിടെ വീട് വയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ അവൻ്റെ കൊച്ചിൻ്റെ ഉമ്മയുടെ വീട് ഇവിടെയാണ്. ബാപ്പയുടെ സ്ഥലമാണ് കല്ലറ പാങ്ങോട, എവിടെയാണ് കൊച്ചിൻ്റെ. ഈ ഇത്രയും ആളുകളൊക്കെ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണെന്നൊക്കെ പറയുന്നത്, അത് സാമ്പത്തികമൊന്നും നമുക്കറിഞ്ഞൂടാ. എന്തോ അതൊക്കെ അവരെ ഇതില്ല. അവൾ പാവമാണ്. രാവിലെ ചില ദിവസം ഓടിക്കൊണ്ട് വരും, മക്കൾക്ക് സ്കൂളിൽ പോകണം, ചേച്ചി മാവ് താച്ചിന്ന്. കടത്തിനും വാങ്ങിക്കും, പൈസ തന്നും വാങ്ങിക്കും. നല്ല സ്നേഹമാണ്. ഈ അരിയിലായിട്ട് ആർക്കും ഒരു പ്രശ്നമുള്ളതല്ല. നമ്മളാരും എല്ലാവരും നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. ഇവനും നല്ലൊരു പാവപ്പെട്ട ചെറുക്കനാണ്. വെളിയിലൊന്നും ഇറങ്ങി ആരും കൂട്ടുകൂടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കൂട്ടുകാരൊന്നുമില്ല? ഇല്ല, കണ്ടിട്ടില്ല. അവന് കൂട്ടുകാരെയൊന്നും ഞങ്ങൾ കണ്ടിട്ടുമില്ല. അവൻ കൂട്ടുകൂടുന്നത് കൂട്ടെന്തര് ഈ അനിയൻ്റെ തോളിൽ കൈ വിട്ടുകൊണ്ട്
ഒരു മോൻ 10 വയസ്സിനൊക്കെ വ്യത്യാസം വരുമായിരിക്കും. തോളിൽ കൈയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരു മോൻ്റെ സ്ഥാനത്തിലാണ് അവൻ കൊണ്ടു കിടക്കുന്നത്. എന്നിട്ട് അവ ഇത്രയും അറിഞ്ഞൂടെ.